ഹലോ, ഞാൻ ട്രിവാൻഡ്രം പോയൊരു കഥ പറയാം. ഈ കഥ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ നെടുപുഴയിൽ നിന്നാട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി വിളിച്ചിട്ട് നെടുപുഴയിൽ എൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ പെങ്ങളാണ്. അപ്പോൾ ഉഷ എന്നാണ് പേര്. ഉഷ ആൻറ്റി വിളിച്ചിട്ട് പറയുവാണ്, ഈ അമ്പലയാത്രകളുണ്ട്, ഒരു വൺ ഡേ ട്രിപ്പാണ്. വൺ ഡേ ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മളിന്ന് ഒരു രാത്രി പോയി കഴിഞ്ഞ് പിറ്റേ ദിവസം മോർണിംഗ് അവിടെ എത്തി. അവിടുന്ന് പിന്നെ അങ്ങോട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലം, അങ്ങനെ ഒരു ഇത്. ട്രിവാൻഡ്രത്തുള്ള മിക്ക നല്ല നല്ല ക്ഷേത്രങ്ങളിലോട്ട് ഒക്കെ പോകും. പത്മനാഭസ്വാമി ക്ഷേത്രം, മാറ്റുകാലി, അങ്ങനെ അങ്ങനെ ഇങ്ങനെ എടുത്തു പറയാമെന്നുള്ള ക്ഷേത്രങ്ങളിലോട്ടൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 8:30 നേരത്ത് ആൻറ്റിയുടെ വീട്ടിലോട്ട് നെടുവഴിയിലോട്ട് പോയി. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അവിടുത്തെ നെടുവഴ അമ്പലത്തിൽ നിന്നാട്ടോ ബസ് വന്ന് അവിടെ നിന്ന് ഞങ്ങൾ കയറിയിട്ട് ഒരു ടൂർ ബസ്സായിരുന്നു. 10-50 ആൾക്കാരും ഓൾറെഡി ഉണ്ടായിരുന്നു. നമുക്ക് അവരൊന്നും അറിയില്ല. 10 മണിക്കാട്ടോ അവിടുന്ന് പുറപ്പെട്ടെ. ഒരു പുലർച്ചെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചായ കുടിക്കാനൊക്കെ ഒന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് രാവിലെ ഒരു 6 മണി 7 മണിയോട് കൂടി അവിടെ ആറ്റുകാലിലാണ് കേട്ടോ ആദ്യം എത്തിയത്. ആറ്റുകാൽ അമ്പലത്തിലാണ് ആദ്യം കയറിയത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി നമ്മൾ റൂമൊക്കെ എടുത്ത് ഫ്രഷൊക്കെ ആയി. പിന്നെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. പിന്നെ അവിടെ ഒരു നാരങ്ങ തിരിയൊക്കെ ഉണ്ട്, അതൊക്കെ കത്തിച്ചു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ വണ്ടിയിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാനൊക്കെ നിർത്തി കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള മഹേശ്വരി ശ്രീ ശിവപാർവതി ടെമ്പിളിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ ഈ ഒരു ശിവലിംഗം കണ്ടപ്പോൾ എൻ്റെ പൊന്നിയെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു, അടിപൊളി. അവിടെ നിന്ന് വരാൻ വരെ തോന്നിയിരുന്നില്ല. ആ ഒരു വ്യൂ ഉണ്ടാകും. ബസ്സിൽ നിന്ന് നമുക്ക് അവിടെ എത്തണേക്കാളും മുന്നേ ഈ വ്യൂ കിട്ടും. അത് ഭയങ്കര മനോഹരമായിരുന്നു, അടിപൊളിയായിരുന്നു. എത്ര ഫോട്ടോസ് എടുത്താലും മതിയാവില്ല എന്ന് പറയില്ല. നല്ല രസമാട്ടോ. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറാൻ പറ്റും. ഒരാൾക്കൊരു 200 രൂപ ചാർജ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഒരു കൈലാസം തന്നെ അവർ സെറ്റ് ചെയ്തേക്കുവാണ്. നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് അതിനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നല്ല രസമായിരുന്നു. എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവുന്നില്ല എന്നൊക്കെ പറയില്ലേ, അത്ര നല്ല വൈബും പോസിറ്റീവുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് താഴിമലയ്ക്കാട്ടോ. ഈ ഒരു പ്ലേസിനെ പറ്റി അറിയാത്തവരാരും ഉണ്ടാവില്ല. അത് വന്നതിന് ശേഷം എത്രത്തോളമാണ് അത് പ്രൗഢി നിറഞ്ഞതും പ്രശസ്തമായി എന്നുള്ളതിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ അല്ലേ. അവിടെ പോയി അത്രയും ബസ് നമ്മൾ അത്യാവശ്യം ലോങ്ങിലാണ് പോയിട്ടാണ് ഇട്ടേക്കുന്നത്. ആ ഒരു കവാടത്തിൻ്റെ ഒരു ഫ്രണ്ടിലെ പാർക്കിങ്ങിലാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് വരിക കേട്ടോ ചെയ്തത്. നമ്മൾ അത്രയും വന്നിട്ട് നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ ഒരു ട്രിപ്പിൽ ഏതൊരു അമ്പലത്തിൽ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവും അതിൻ്റെ ഒരു വ്യൂ ആണ് എടുത്തു പറയേണ്ടത്. അത് വളരെയധികം അടിപൊളിയായിരുന്നു. ആഴിമലയിൽ ചെന്നപ്പോൾ ആ ശിവൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതിന് ശേഷം അവിടെ നിന്ന് ഒരു വ്യൂ ആണ്, ഒരു ബീച്ചിലോട്ടൊരു വ്യൂ. ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഗോവ ലക്ഷദ്വീപിലൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇല്ല, വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടില്ല, എന്ത് രസമാണ് കാണാൻ. അവിടെ ശിവൻ്റെ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ താഴത്തോട്ട് ഇറങ്ങിയിട്ടോ, നമ്മുടെ ബീച്ചിലോട്ട് ഇറങ്ങി. പിന്നെ വെള്ളത്തിലോട്ട് ഇറങ്ങാനൊന്നും നിന്നില്ല, പക്ഷെ നല്ലൊരു രസമുണ്ടായിരുന്നു അവിടെ. പിന്നെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ മദാമ അവരൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൈക്ക് ഒരു ഗോവ അല്ലെങ്കിൽ നമ്മുടെ വർക്കല ആ ഒരു സെറ്റപ്പായിരുന്നു അവിടെ. പക്ഷേ എനിക്ക് ആ വെള്ളത്തിൻ്റെ ആ ഒരു കളറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ക്ലീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഒരു അത്രയും ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെക്യൂരിറ്റിയാണ്. എനിക്ക് ആ കളറൊക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. എടുത്തു പറയാൻ ബീച്ചിൻ്റെ കളറാണ് എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കളർ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ ഈ ലക്ഷദ്വീപിലൊക്കെയാണ് അധികം കണ്ടിട്ടുള്ളത്, ഗോവയിലൊക്കെ ഈ ഒരു കളറാണ്. അപ്പോൾ ആ ഒരു കളറുണ്ടല്ലോ, അതാണ് അതിൻ്റെ മെയിൻ വൈബ് എന്ന് പറയാനായിട്ട്. അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് മാങ്ങ, നെല്ലിക്ക, പൈനാപ്പിൾ ഇതൊക്കെ കഴിച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ വണ്ടിയുടെ അവിടേക്ക് പോയിട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നമ്മൾ രാവിലത്തെയും ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുണ്ടാക്കി, ഒരു ടീമുണ്ട്, അവരുണ്ടാക്കിയിട്ട് കൊണ്ടുവരല്ല, അവർ ഓൾറെഡി നമ്മുടെ ആറ്റുകാലിൽ രാവിലെ തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് പരശുരാം അമ്പലത്തിലോട്ടോ. അവിടെ പോയപ്പോൾ തന്നെ അമ്പലം അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ 5 മണിയാകുമ്പോഴേ അത് തുറക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കറങ്ങി പിടിച്ചു നേരെ വണ്ടിയിലോട്ട് കയറിയിട്ടോ. ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടോ കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കുറച്ച് അകലെയാണ്, അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്.
ഇപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മുടെ കലോത്സവം നടക്കുന്നത്, സംസ്ഥാന കലോത്സവം നടക്കുന്നത് ഈ ഒരു ഇവിടെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഴവങ്ങാടിയിലും പോയത്. അപ്പോൾ അമ്പലത്തിൽ അവിടെ എത്തി. നിങ്ങൾക്കറിയാലോ ഫോൺ ഒന്നും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഫോണൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചു. നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടോ. അപ്പം ഭഗവാനെ കണ്ടപ്പോൾ എന്തോരാണ് എൻ്റെ കണ്ണെന്ന് അറിഞ്ഞത് എനിക്ക് തന്നെ അറിയില്ല. അത്രമാത്രം എന്താ പറയണ്ടേന്ന് എനിക്ക് ഒന്നും ഓർമ്മയില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് നമ്മൾ പിന്നെ പഴവങ്ങാടി, അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പഴവങ്ങാടി ഉള്ളത്. ഗണപതിയുടെ ക്ഷേത്രമാണ്. അവിടെ പോയിട്ട് നാളികേരം അങ്ങനെയുള്ള നാളികേരമൊക്കെ വാങ്ങി. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ പോയി നാളികേരമൊക്കെ ഉടച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പറിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പാലട പായസവും ബോളിയും കഴിച്ചിട്ടോ. നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ മെയിൻ സാധനമാണ് ഇത്, പാലടയും ബോളിയും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ശംഖുമുഖം ബീച്ച് കാണാൻ പോയിട്ടോ. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോണോ വേണ്ടയോ എന്നൊക്കെ ഒരു വിചാരിച്ചിട്ടാട്ടോ പിന്നെ പോയത്. ശംഖുമുഖം ബീച്ചിൻ്റെ തൊട്ടപ്പുറത്തായിട്ടോ നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടു. പിന്നെ ശംഖുമുഖം ബീച്ചിൽ പോയി കുറച്ച് നേരം കറങ്ങി. നല്ല രസമുണ്ടായിട്ടോ കാണാൻ. രാത്രി ആയതുകൊണ്ട് ആ ഒരു വ്യൂ നമുക്ക്, അല്ലെങ്കിൽ ഓരോ വൈബ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷെ നല്ല രസമുണ്ട്. രാത്രിയാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നൈറ്റ് ഫുഡ് കഴിക്കും നമ്മൾ പുറത്തുനിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടോ. അപ്പോൾ നമ്മൾ ആ ബീച്ചിൻ്റെ അവിടെ ഉള്ള ഒരു ഹോട്ടലോട്ടാണ് കയറിയത്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ മന്തി ആട്ടോ കഴിച്ചത്. നമ്മൾ അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടിയിലോട്ട് കയറി. നേരെ പിന്നെ എവിടെയും നിർത്തിയില്ല, നേരെ നമ്മൾ പോയിട്ടോ. കാരണം അത്രയും ലേറ്റായി നമുക്ക്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എത്തിയിട്ടോ. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൽ അറിയാവുന്നതായിട്ട് നമ്മൾ ബന്ധുക്കളായിട്ട് ആൻറ്റി, പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ നാത്തൂൻ്റെ പിള്ളേരുണ്ടായിരുന്നു. അവരായിരുന്നു എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ ആൻറ്റി ഉണ്ടായിരുന്നു, പിന്നെ ചേച്ചി. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് ഈ ട്രിപ്പ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബായ്.